ഹലോ. അപ്പോൾ എന്താ സ്ക്രൂ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള, വരച്ചാൽ നോക്കണ്ട, സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ഒരു സ്പൈറൽ അല്ലെങ്കിൽ സ്പ്രിങ് രൂപത്തിൽ ചാലുകൾ കട്ട് ചെയ്തു. സ്പ്രിങ് രൂപത്തിൽ ചാലുകൾ കട്ട് ചെയ്താലേ ആ വിളിക്കുന്ന ഫോമിന് നമ്മൾ പറയുന്ന പേരാണ് സ്ക്രൂ ഫോം അല്ലെങ്കിൽ സ്ക്രൂ ത്രെഡ്. അല്ലെ, ഈ മെറ്റീരിയലിന് എന്ത് ചെയ്തു, ആ ചാലിനൊക്കെ മെറ്റീരിയൽ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ലെയ്ത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്ക്രൂ കട്ടിങ് ഡൈസ് ഉപയോഗിക്കുക. അങ്ങനെ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഫോമിന് പറയുന്ന പേരാണ് എന്ത്, സ്ക്രൂ ത്രെഡ്സ്. അല്ലേ, ഇത് ഹെലിക്കൽ ഗ്രൂവ്. ഹെലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് രൂപത്തിലുള്ള സ്പൈറൽ ഷേപ്പിലുള്ള ഫോംഡ് ഓൺ എ സിലിണ്ടറിക്കൽ സർഫസ്. ഏതാണ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ? അല്ലേ, ഇപ്പൊ ഞാൻ ഈ ചെയ്തത് എന്താ, എക്സ്റ്റേണൽ ആയിട്ട് കട്ട് ചെയ്യുക ചെയ്ത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു ബോൾട്ട് വേണമെന്ന് കരുതിക്കോളൂ. ഒരു ബോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആദ്യം അതിന്റെ ഇന്റേണൽ ആയിട്ട് ഒരു ഹോൾ ഇടും. അല്ലെ, ഒരു ഹോൾ ഡ്രിൽ ചെയ്യും. എന്നിട്ട് ആ ഡ്രില്ല് ചെയ്തതിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ആയിട്ട് എന്ത് ചെയ്യും, ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യും. അല്ലെ, ഇവിടെ ആയിട്ട് ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഇന്റേണൽ ആയിട്ട് ത്രെഡ് കിട്ടും. അങ്ങനെയാണ് നമ്മളെ നെറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ ആണോ? ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ഫീച്ചർ ഇൻ എഞ്ചിനീയറിംഗ്. അല്ലെ, എല്ലാ കാര്യങ്ങളും യോജിപ്പിക്കാനും നെറ്റ്, ബോൾട്ട്, സ്ക്രൂസ്, സ്റ്റഡ്സ്, ഇവർക്കെല്ലാം എന്ത് വേണം, സ്ക്രൂ ത്രെഡ്സ് വേണ്ടേ? അല്ലെ, ഇറ്റ് ഇനേബിൾ നമുക്ക് ഒന്നോ രണ്ടോ കമ്പോണന്റിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആൾസോ ക്യാൻ ബി ഡിസ്മാൻഡിൽഡ് വിത്തൗട്ട് ഡാമേജിങ് എനി കമ്പോണന്റ്. നമുക്ക് രണ്ട് ഭാഗങ്ങൾ, മെഷീന്റെ രണ്ട് കമ്പോണന്റുകൾ, നമ്മളെ പമ്പൊക്കെ കണ്ടിട്ടില്ലേ, പമ്പും ഫ്ലാഞ്ചും ഒക്കെ തമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഉപയോഗിക്കുക, നെറ്റും ബോൾട്ടും അല്ലേ. അതിന് പമ്പിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചളി എന്തെങ്കിലും അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, എന്തോ നെട്ടും ബോൾട്ടും ഒന്ന് ലൂസാക്കിയാൽ പോരെ, കഴിച്ചെടുത്താൽ പോരെ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ഈ നെറ്റ്, ബോൾട്ട് അല്ലെങ്കിൽ സ്ക്രൂ ത്രെഡ്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ, നമുക്ക് രണ്ട് കമ്പോണന്റ് ജോയിൻ ചെയ്യും ചെയ്യാം, അതുപോലെ തന്നെ ആ കമ്പോണന്റിനെ ഡാമേജ് ചെയ്യാതെ തന്നെ അതിനെന്ത് ചെയ്യുക, ഡിസ്മാൻഡിൽ അല്ലെങ്കിൽ അഴിച്ചെടുക്കുകയും ചെയ്യാം. ഓക്കെ ആണോ? എക്സ്റ്റേണൽ ത്രെഡ് നമ്മൾ ലെയ്ത്ത് ഉപയോഗിച്ച്, അതുപോലെ തന്നെ ത്രെഡ് കട്ടിങ് ഡൈസ് ഉപയോഗിച്ചിട്ടും റോളിംഗ് മെഷീൻ ഒക്കെ ഉപയോഗിച്ചിട്ടും അതുപോലെ ചേസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാക്കാം. ലെയ്ത്തിൽ നമ്മൾ കണ്ടതാണ് ലൈവ് സെന്ററിന്റെയും ഡെഡ് സെന്ററിന്റെയും ഇടയിൽ നമുക്ക് ഏത് ഇതിന്റെ മുകളിലാണോ ത്രെഡ് വേണ്ടത് അത് ഉറപ്പിച്ചിട്ട് സിംഗിൾ പോയിന്റ് കട്ടിങ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ഫീഡ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ത്രെഡ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഒരു ഇങ്ങനെ ഒരു ഡൈയും ചേസറും എല്ലാം ഉണ്ടാവും. ഇതിന്റെ മുകളിൽ ഓൾറെഡി ത്രെഡ് ഉള്ള ചാലുണ്ടാവും. അതിന്റെ പിച്ചും എല്ലാം റെഡിയാക്കിയിട്ട് രണ്ട് ആ സൈഡിലും ഈ സൈഡിലും രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. ഇവിടെ നമ്മളെ ബോൾട്ട് ഉണ്ടല്ലോ, ബോൾട്ട് നിവർന്ന് അല്ലെങ്കിൽ മേലെ നിവർന്ന് നിൽക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്യും. ഇതിന്റെ ഇടയിലൂടെ പാസ് ചെയ്ത് ഇവിടെ എത്തി കഴിയുമ്പോഴത്തേന് എന്താവും, അതിന്റെ മുകളിൽ ഹെലിക്കൽ ഗ്രൂവ്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളെ ഇങ്ങനെയുള്ള ആ ഇരുമ്പിന്റെ റൗണ്ട് പീസ് ഇവിടെ എത്തുമ്പോഴത്തേന് ഒരു ബോൾട്ട് അല്ലെങ്കിൽ ത്രെഡ് അതിന്റെ മുകളിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഇനി ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ എങ്ങനെ അത് ഉണ്ടാക്കുക, ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യാം, നമ്മളെ നെറ്റൊക്കെ എങ്ങനെ ഉണ്ടാക്കാം, അതും നമുക്ക് എന്ത് ചെയ്യാം, ലെയ്ത്തിൽ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ലെയ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ത്രെഡ് കട്ടിങ് ടാപ്സ്, ടാപ്പും പെഞ്ചും ഉണ്ട്. ഇങ്ങനെ ടാപ്പ് പെഞ്ചും അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കറിയാം 3 ടൈപ്പ് ടാപ്പ് ഉണ്ട് നമുക്കറിയാം. ഇങ്ങനെ ത്രെഡ് ഉള്ള ഒരു സാധനം, അതാണ് ടാപ്പ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ വർക്ക് പീസിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ തിരിക്കും. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ത്രെഡ് ആവും. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ കട്ട് ചെയ്യാം. ഇനി എക്സ്റ്റേണൽ ത്രെഡ് ഉള്ളത് ബോൾട്ട്, സ്ക്രൂ, സ്റ്റഡ്സ്. സ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടറ്റത്തും എന്തുണ്ടാവും, രണ്ടറ്റത്തും ത്രെഡ് ഉണ്ടാവും. ഈ അറ്റത്തും അതുപോലെ തന്നെ ഈ അറ്റത്തും ത്രെഡ് ഉണ്ടാവുന്നതാണ് സ്റ്റഡ്. ഇനി ത്രെഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പിന്റെ പ്രൊഫൈലാണ്. നെക്സ്റ്റ് എലമെന്റ്സ് ഓഫ് ഒരു ത്രെഡിന്റെ എലമെന്റ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് പഠിച്ചു തുടങ്ങുന്നത്. ഫസ്റ്റ് മേജർ ഡയമീറ്റർ കണ്ടോ, ഇതൊരു എക്സ്റ്റേണൽ ത്രെഡ് ആണ്, ഇതൊരു ഇന്റേണൽ ത്രെഡ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ബോൾട്ട് ആണ്, ഇതൊരു നെറ്റ് ആണ് അല്ലെ. അപ്പൊ മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഏറ്റവും ചെറിയ ഡയമീറ്റർ നമ്മൾ എന്ത് വിളിക്കും, മൈനർ ഡയ എന്ന് വിളിക്കും. അത് തന്നെയാണ് നമ്മളെ ഇന്റേണൽ ത്രെഡിന്റെ കേസിൽ എന്താണ്, ഏറ്റവും ചെറിയ ഡയമീറ്ററിനെ മൈനർ ഡയ എന്ന് വിളിക്കും. ഏറ്റവും വലിയ ഡയമീറ്റർ നമ്മൾ എന്ത് വിളിക്കും, മേജർ ഡയ എന്ന് വിളിക്കും. കണ്ടോ, ഏറ്റവും മേജർ ഡയ, ഇതാണ് ഏറ്റവും മേജർ. ഇതിന്റെ കേസിലെ എക്സ്റ്റേണൽ ത്രെഡിന്റെ കേസിൽ, ഇന്റേണൽ ത്രെഡിന്റെ കേസിൽ കണ്ടില്ലേ, ഇതാണ്
മേജർ ഡയമീറ്റർ. പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേജറിന്റെയും മൈനർ ഡയമീറ്ററിന്റെയും ഇടയിലുള്ള മെയിൻ ഡയമീറ്റർ ആണ് അല്ലെ. ഇനി ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്റ്റേണൽ ത്രെഡിന്റെ കേസിലും ഇന്റേണൽ ത്രെഡിന്റെ കേസിലും ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെ. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫ്ലാങ്സ് എന്ന് വിളിക്കും. ഈ ഫ്ലാങ്സ് കൂടിച്ചേരുന്ന ടോപ്പ് സർഫസ് ആണ് എന്താണ്, ഫ്ലാങ്സ് കൂടിച്ചേരുന്ന ടോപ്പ് സർഫസ് ആണ് എന്ത്, ക്രസ്റ്റ് അല്ലെ. ഇവിടെ കണ്ടോ, ഇവിടെയും ടോപ്പ് സർഫസ് തന്നെയാണ് കണ്ടോ. കാരണം എന്താ ഇത് നെറ്റല്ലേ, സോറി ഇതൊരു നെറ്റല്ലേ. നെറ്റാവുമ്പോ നമ്മള് ഇതിന്റെ ഉള്ളിലൂടെ നോക്കി നോക്കും, ഇവിടെ നമ്മൾ നോക്കി നോക്കും, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് സർഫസ് നമുക്ക് ഏതാ കാണുക, ഇത് തന്നെയല്ലേ കാണുക അല്ലെ. ഇതെല്ലാം നമ്മൾ ആദ്യം കാണുക, ഇതാണ് ടോപ്പ് സർഫസ് ആയി കാണുക. അപ്പോ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് സൈഡ്സ് അല്ലെങ്കിൽ ഫ്ലാങ്സ് ജോയിൻ ചെയ്യുന്ന ടോപ്പ് സർഫസ് ആണ്. അതുപോലെ തന്നെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് സൈഡ്സ് ജോയിൻ ചെയ്യുന്ന ഏറ്റവും ലോവർ സർഫസ് ആണ് എന്ത് പറയാ, റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ ഈ രണ്ട് സർഫസ് ജോയിൻ ചെയ്യണ ഏറ്റവും ലോവർ, ഇവിടെ കണ്ടോ രണ്ട് സർഫസും ജോയിൻ ചെയ്യുന്ന ലോവർ പാർട്ട്. ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ലോവർ ആയിട്ട് നമുക്ക് കാണുക ഏതാ, ഈ റൂട്ടാണ് കാണുക. ഓക്കെ ആണോ. ഇനി ത്രെഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൈഡ്സിന്റെ, നമ്മൾ പറഞ്ഞ ഈ സൈഡ്സിന്റെ ഇടയിലുള്ള ആംഗിൾ നമ്മൾ എന്ത് വിളിക്കും, ത്രെഡ് ആംഗിൾ എന്ന് വിളിക്കും. ഈ ആംഗിളിനെ ത്രെഡ് ആംഗിൾ എന്ന് വിളിക്കും. രണ്ട് സൈഡ്സിനും ഇടയിലുള്ള ആംഗിൾ നമ്മൾ എന്ത് ചെയ്യും, ത്രെഡ് ആംഗിൾ എന്ന് വിളിക്കും. ഓക്കെ ആണ്. ഇനി ഫ്ലാങ്ക് നമ്മൾ കണ്ടു, ഈ സൈഡ് ഭാഗത്ത് നമ്മൾ ഫ്ലാങ്ക് എന്ന് വിളിക്കും. ഇനി പിച്ച്, വളരെ ഇമ്പോർട്ടന്റ് ഉള്ള അടുത്ത ഭാഗമാണ് പിച്ച്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആക്സിസിന് പാരലായിട്ട് ഒരേപോലെയുള്ള രണ്ട് പോയിന്റിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യും, പിച്ച് എന്ന് വിളിക്കുക. ഇത് നമുക്ക് പിച്ച് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഒരുപോലുള്ള ജോയിന്റ് അല്ലേ, തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ ഒരുപോലെ ജോയിന്റ് നമ്മൾ എന്ത് വിളിക്കാം, പിച്ച് എന്ന് വിളിക്കാം. ഇതിനെ പിച്ച് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇതും പിച്ച് അല്ലേ. അതുപോലെ തന്നെ ഈ സൈഡും, അതായത് ഈ ഭാഗവും, അതുപോലെ തന്നെ ഈ ത്രെഡിന്റെ ഈ ഭാഗവും ഇതും പിച്ച് അല്ലേ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എങ്ങനെ സ്ക്രൂ ത്രെഡ്സ് വരക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് കിട്ടുക ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വർക്ക് പീസ് അല്ലേ. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്ക് പീസ് ആണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് വരക്കണം. ഇങ്ങോട്ടും ഉണ്ടാവും ഈ വർക്ക് പീസ്. ഇനി അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആക്സ് അടയാളപ്പെടുത്തണം. ആക്സ് നമ്മളിപ്പോൾ വരച്ച് ഇനി എന്ത് ചെയ്യണം, മൈനർ ഡയാമീറ്ററും മേജർ ഡയാമീറ്ററും. ഓക്കെ ആണോ. മൈനർ ഡയാമീറ്റർ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. മേജർ ഡയാമീറ്റർ അടയാളപ്പെടുത്തണം. എന്നാൽ നമുക്ക് എന്ത് കിട്ടും, ആ രണ്ട് ആക്സും കിട്ടില്ലേ അല്ലെ, ഈ രണ്ട് ലൈനും കിട്ടും. ഇനി ഈ ലൈനിന്റെ മുകളിലല്ല നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ക്രസ്റ്റുകളൊക്കെ രൂപപ്പെടുക. അപ്പൊ നമ്മൾ ആ മേജർ ഡയാമീറ്ററും മൈനർ ഡയാമീറ്ററും വരച്ച് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് പിച്ച് അറിയാലോ. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലെയുള്ള ത്രെഡിന്റെ മുകളിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, അത് നമുക്ക് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളത് അടയാളപ്പെടുത്തുക. അങ്ങനെ ഈ ആക്സിൽ ഒരേപോലെയുള്ള അളവ് അടയാളപ്പെടുത്തുക. ഓക്കെ ആണോ. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ആക്സിലും മൈനർ ആക്സിലും. ഓക്കെ ആണോ. അത് ആക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ഡയ അല്ലെങ്കിൽ മേജർ ഡയ. ഓക്കെ ആണോ. മേജർ ഡയ. ഓക്കെ ആണോ. ഇനി എന്ത് ചെയ്താ, ഇനി ഇതിനെ ജോയിൻ ചെയ്താൽ പോരെ. ഇനി ഇതിനെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്താവും, കൺഫേം ആയില്ലേ. ഓക്കെ ആണോ. കൺഫേം ആയി. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെയും ജോയിൻ ചെയ്യാം. സിമ്പിളാണ് വരക്കാൻ. ഇനി നമുക്കൊന്നുകൂടി നോക്കാം. ആക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലോങ്ങിറ്റ്യൂഡിനൽ സെന്റർ ലൈൻ ത്രൂ ഔട്ട് ദി ത്രെഡഡ് പാർട്ട്. ആ സെന്റർ ലൈനിനെ, നീളത്തിലുള്ള സെന്റർ ലൈൻ നമ്മൾ എന്ത് വിളിക്കും, ആക്സ് എന്ന് വിളിക്കും. മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദി സ്ക്രൂ ത്രെഡ് ആണ്. മൈനർ ഡയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാളസ്റ്റ് ഡയമീറ്റർ ആണ്. പിച്ച് ഡയമീറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീൻ ഡയമീറ്റർ ബിറ്റ്വീൻ മേജർ ആൻഡ് മൈനർ ഡയമീറ്റർ അല്ലെ, രണ്ടിന്റെ ഇടയിലുള്ള മീൻ ഡയമീറ്റർ ആണ്. പിച്ച് എന്ന് പറഞ്ഞത് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് പോയിന്റ്, കണ്ടോ ഒരേപോലെയുള്ള പോയിന്റ് ആണ്, കറസ്പോണ്ടിങ് പോയിന്റ് ആണ്. ഓൺ കോൺസിക്യൂട്ടീവ് ത്രെഡ്, തൊട്ടടുത്തടുത്ത് വരുന്ന പ്ലാറ്റ്ഫോമില് മെഷേർഡ് പാരലൽ ടു ദി ആക്സിന് പാരലൽ ആയിട്ടാണ് നമ്മൾ പിച്ച് അളക്കുക. ഇനി അടുത്ത ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഡ് ആട്ടോ, ലെഡ് അല്ല ലീഡ് ആണ്, സോറി ലീഡ്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് പാരലൽ ടു ദി ആക്സ് അല്ലെ. നമ്മളെല്ലാം എന്താ പാരലൽ ടു ദി ആക്സ് അളക്കുക. സ്ക്രൂ അഡ്വാൻസസ് ഇൻ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ അല്ലെ. ഒരു ബോൾട്ട് അല്ലെങ്കിൽ സ്ക്രൂ നമ്മൾ
ഒരു 360 ഡിഗ്രി തിരിക്കുമ്പോൾ എത്രത്തോളം ആ ബോൾട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അതായത് ഇങ്ങനെ ഇപ്പൊ ഒരു സ്റ്റഡ് ഉണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ ബോൾട്ട് ഉണ്ട് എന്ന് കരുതിക്കോളും. ഇത് ഞാൻ 360 ഡിഗ്രി കറക്കുമ്പോൾ ആക്സിയലായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് എത്രത്തോളം നീങ്ങി എന്നറിയുന്നതാണ്. ഇവിടെ ഇപ്പൊ എൻ്റെ ഒരു മെഷീന്റെ കമ്പോണന്റ് ആണ് എഴുതിക്കോ, ഇതൊരു മെഷീനാണ് എഴുതിക്കോ. എത്രത്തോളം ഒരു 360 ഡിഗ്രി തിരിക്കുമ്പോൾ എത്രത്തോളം നീങ്ങി എന്നറിയിക്കുന്നതാണ് എന്ത്, ലീഡ് എന്ന് പറയുന്നത് അല്ലെ. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന് ലീഡ് ഈക്വൽ ടു പിച്ച് ആണ്, നമ്മൾ പിച്ച് പഠിച്ചില്ലേ. ഡബിൾ സ്റ്റാർട്ടിനാണെങ്കിലോ ലീഡ് ഈക്വൽ ടു 2 ഇൻറ്റു പിച്ച് ആണ്. ട്രിപ്പിൾ സ്റ്റാർട്ടിനാണെങ്കിൽ പിച്ച് ഇൻറ്റു 3 ആണ് എന്ത് വരിക, ലീഡ് വരിക. ഓക്കെ ആണോ? അപ്പൊ ലീഡ് നല്ലൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എത്രത്തോളം ആക്സിയലായി അഡ്വാൻസ് ചെയ്യുന്നു എന്നാണ് കേട്ടോ. ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ എത്രത്തോളം ആ മെഷീൻ കമ്പോണന്റ് ഉള്ളിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച്, റൂട്ട് നമ്മൾ പഠിച്ച്, ഡെപ്ത് ഓഫ് ത്രെഡ്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് റൂട്ട് മെഷേർഡ് പെർപെൻഡിക്കുലർ ആക്സിസ് അല്ലേ. എന്താണ് ഇത്, ക്രസ്റ്റ് അല്ലേ, അതുപോലെ തന്നെ ഇത് റൂട്ടും അല്ലേ. അതിന് തമ്മിലുള്ള ഈ ഗ്യാപ്പിനെ നമ്മൾ എന്ത് വിളിക്കും, ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഈ ദൂരാണ് എന്ത്, ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ത്രെഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് സൈഡ്സ് ത്രെഡിന്റെ ഫ്ലാങ്സിന്റെ ഇടയിലുള്ള ആംഗിൾ ആണെന്ന് പറയാം ത്രെഡ് ആംഗിൾ എന്ന്. നമ്മുടെ വണ്ടിയുടെ കണ്ണാടി അല്ലെ, ബൈക്കിന്റെ കണ്ണാടി നിങ്ങൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി തിരിക്കുമ്പോൾ ചിലപ്പോൾ ലൂസ് ആവും, കണ്ടിട്ടില്ലേ? അത് എന്തുകൊണ്ടാണ്? അതാണ് റൈറ്റ് ഹാൻഡ് ത്രെഡിന്റെയും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡിന്റെയും പ്രത്യേകത. ഓക്കെ ആണോ? നമുക്ക് നോക്കി നോക്കാം. അത് എപ്പോഴാണ് നമ്മുടെ മെഷീന്റെ ഉള്ളിലേക്ക് ടൈറ്റ് ആകുക, എങ്ങനെ തിരിച്ചാലാണ് ടൈറ്റ് ആകുക എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിന് റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് ഹാൻഡ് ത്രെഡ് കണ്ടോ, ഇതാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ്. അത് എപ്പോഴാണ് മെഷീന്റെ ഉള്ളിലേക്ക് അഡ്വാൻസ് ചെയ്യുക? ഇത് ക്ലോക്ക് വൈസ് തിരിച്ചാലാണ്. കണ്ടോ, ഇത് കണ്ടോ, ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ എന്ത് ചെയ്യുക, ടൈറ്റ് ആവുക അല്ലെ. ആന്റി ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ എന്ത് ചെയ്യും, ലൂസ് ആവും. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ്. ഓക്കെ ആണോ? ഇനി ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറഞ്ഞാലോ, ഇതാണ് നമ്മുടെ കണ്ണാടിയിൽ വരുന്ന രണ്ടാമത്തെ നെറ്റ്. ഓക്കെ ആണോ? ഇത് ക്ലോക്ക് വൈസ് തിരിച്ചാൽ എന്തായിരുന്നു, ലൂസ് ആവുകയാണ് ചെയ്യുക. ഓക്കെ ആണോ? അതുകൊണ്ടാണ് നമ്മളെ കണ്ണാടി ലൂസ് ആവുന്നത്. ഇത് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കണം. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ഹാൻഡ് ത്രെഡും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും നമ്മൾ പറഞ്ഞു. അഡ്വാൻസസ് ഇൻറ്റു എൻഗേജ്മെന്റ് ടേൺഡ് ക്ലോക്ക് വൈസ് ചെയ്താലാണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ചെയ്താലാണ് ടൈറ്റ് ആവുക. ഈ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് അല്ലെ, നമ്മൾ ലീഡ് ഈക്വൽ ടു 2p എന്നൊക്കെ പറഞ്ഞില്ലേ. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ത്രെഡ് ഫോം കട്ട് ഓൺ ദി സിലിണ്ടർ അല്ലെ, ഒരു ത്രെഡ് ഫോം ആണ്. അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് ത്രെഡ്സ് ആർ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് അല്ലെ. നമ്മൾ സാധാരണ കാണുന്നതൊക്കെ എന്താ, അത്യാവശ്യം നല്ലോണം ടൈറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഒരു സ്റ്റാർട്ട് അതിനുണ്ടാവുള്ളൂ, ഒരു തുടക്കേ ഉണ്ടാവുള്ളൂ. അതാണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്. മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഇത് പറഞ്ഞാലേ നമുക്ക് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ഒന്നുകൂടി മനസ്സിലാവുള്ളൂ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെയിം പ്രൊഫൈൽ ഫോംഡ് ബൈ 2 or more ഹെലിക്സ്. ഒരു ചാല് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, 2 ചാല് കൊടുക്കും അല്ലേ. നമ്മുടെ പെട്ടെന്ന് അഴിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട്, നമ്മൾ ഗോൾഡ് ഗേറ്റിന്റെ ഇതിൽ, അതുപോലെ തന്നെ ചില ഹോർലിക്സിന്റെ ഒക്കെ ബോട്ടിലിന്റെ മുകളിൽ ചിലപ്പോൾ ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ഉണ്ടാവും. ഓക്കെ, അത് അത്രയും ചാല അതിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കട്ട് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, ഇതാണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിന് കണ്ടോ ഒരു സ്റ്റാർട്ടേ ഉള്ളൂ. പക്ഷെ ഡബിൾ സ്റ്റാർട്ട് ത്രെഡിന് നോക്കി നോക്കൂ. കണ്ടോ, ഡബിൾ സ്റ്റാർട്ട് ത്രെഡിന് കണ്ടോ, ഇവിടുന്നും തുടങ്ങാം, ഇവിടുന്നും തുടങ്ങാം. ഡബിൾ സ്റ്റാർട്ട് ത്രെഡ്, ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡിന് കണ്ടോ, ഇവിടുന്ന് 3 സ്റ്റാർട്ട് ഉണ്ട്. ഇനി സ്ക്വയർ ത്രെഡ് ആണെങ്കിൽ, ഡബിൾ സ്റ്റാർട്ട് ആണെങ്കിൽ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. ഇത് സ്ക്വയർ ത്രെഡ് ഫോം ആട്ടോ, നമ്മൾ ത്രെഡ് ഫോം പഠിക്കുന്നുണ്ട്. ഇനി അടുത്തത് ത്രെഡ് ഫോംസ് ആണ്. അതില് ഇവിടെ സ്റ്റാൻഡേർഡ് വിത്ത് ബർത്ത് ഉണ്ട്, BSW എന്ന് നമ്മൾ വിളിക്കും. BSF ഉണ്ട്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ എന്ന് വിളിക്കും. പിന്നെ BA ബ്രിട്ടീഷ് അസോസിയേഷൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെറ്റൽ ത്രെഡ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് ബർത്ത് കണ്ടോ, അതിന്റെ ഈ ക്യാപിറ്റൽ H എന്ന് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒരു തിയററ്റിക്കൽ ഹൈറ്റ് ആണ്. അതിന്ന് ഈ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ക്രസ്റ്റ് എന്ത് ചെയ്യും, ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടി റൗണ്ട് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ ഈ റൂട്ട് എന്ത് ചെയ്യും, നമ്മളൊന്ന് റൗണ്ട് ഓഫ് ചെയ്യും. അപ്പൊ അതിന്റെ ഹൈറ്റ് ഒന്ന് കുറയൂലേ, ഈ ഹൈറ്റ്. അപ്പൊ ഈ സ്മോൾ ലെറ്റർ H ആണ് അതിന്റെ ആക്ച്വൽ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത്.
ത്രെഡ് ആംഗിൾ കണ്ടോ, രണ്ട് ഫ്ലാങ്ങിന്റെ ഇടയിലുള്ള ആംഗിൾ ഒക്കെ 55 ഡിഗ്രിയാണ്. പിന്നെ പിച്ച് കണ്ടില്ലേ, പിച്ച് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി BA ത്രെഡ് ബ്രിട്ടീഷ് അസോസിയേഷനിൽ ആംഗിൾ കണ്ടില്ലേ, ആംഗിൾ ഒന്നുകൂടി ചെറുതായി കണ്ടില്ലേ. ക്രസ്റ്റ് എന്താണ് ഷേപ്പ്, റൗണ്ട് ആണ്, റൂട്ടും എന്താണ് റൗണ്ട് ആണ്. ഓക്കെ ആണോ? ഇനി ഹൈറ്റ് കണ്ടില്ലേ, ഹൈറ്റ് നമ്മള് ഇനി അടുത്തത് മെട്രിക് ത്രെഡ്. മെട്രിക് ത്രെഡില് ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന V ത്രെഡ് എന്നൊക്കെ പറയില്ലേ അല്ലെ. ഈ ടേബിളാണ് നമുക്ക് പഠിക്കേണ്ടത്. BSW ത്രെഡ് ആംഗിളിൽ 55ആണ്. BSFലും എന്താണ് സെയിം ആണ്. ഓക്കെ ആണോ? കണ്ടോ ഇതിൽ ഹൈറ്റ് കണ്ടോ, ഡെപ്ത് കണ്ടോ, ഡെപ്ത് സെയിം ആണ്. അതായത് തിയററ്റിക്കൽ ആട്ടോ, തിയററ്റിക്കൽ ഡെപ്ത് ആണ്. അപ്പൊ ഇതും സെയിം ആണ്. അതായത് BSFും BSW എന്താണ് ഏകദേശം സെയിം തന്നെയാണ്. ഓക്കെ ആണോ? നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഏതാണ്, BSF ത്രെഡ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് പഠിച്ചാൽ മതി, BSW BSF. ഇനി BA ബ്രിട്ടീഷ് അസോസിയേഷൻ, നമ്മൾ ചിത്രം കണ്ടില്ലേ, 47 ഡിഗ്രിയാണ് എന്ത് അതിന്റെ ത്രെഡ് ആംഗിൾ. എന്റെ തിയററ്റിക്കൽ ഹൈറ്റ് കണ്ടില്ലേ, അതിനെക്കാളും ചെറുതാണ്, 0.6p ഉള്ളൂ എന്ത് ആക്ച്വൽ ഹൈറ്റ്. ഇനി ചെറിയ ഇൻസ്ട്രുമെന്റിൽ നമ്മുടെ വാച്ച് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ചെറിയ ഇൻസ്ട്രുമെന്റിൽ BA ത്രെഡ് ഉപയോഗിക്കും. ഇനി മെട്രിക് ത്രെഡ് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കുന്നത്, അതിന്റെ ക്രസ്റ്റ് ഫ്ലാറ്റ് ആണ്, റൂട്ട് റൗണ്ട് ഓഫ് ആണ്, ആക്ച്വൽ ഹൈറ്റ് 0.625 ഇൻറ്റു തിയററ്റിക്കൽ ഹൈറ്റ് ആണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ത്രെഡ് ഉണ്ട് അല്ലെ, നമ്മൾ ഒരുപാട് ടൈപ്പ് ത്രെഡ് ഉണ്ട്. V കണ്ടിട്ടുണ്ട്, റൗണ്ട് കണ്ടിട്ടുണ്ട് അല്ലെ, നക്കിൾ ത്രെഡ് ഒക്കെ കണ്ടിട്ടില്ലേ. ഫസ്റ്റ് സ്ക്വയർ ത്രെഡ് ആണ്, അതിന്റെ ഫ്ലാങ്സ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ത്രെഡ് ആണ്. ഫ്ലാങ്ക് നമുക്കറിയില്ലേ, ഫ്ലാങ്ക് മറ്റേതിന്റെ ഒക്കെ എന്താ സ്റ്റേറിനിട്ടായിരുന്നില്ലേ, ഇത് കണ്ടില്ലേ. പിന്നെന്താ ആക്സിസിന് എന്താണ് പെർപെൻഡിക്കുലർ ആണ് ഇതിന്റെ ഫ്ലാങ്സ്. ഓക്കെ ആണോ? പിന്നെ ഇതിന്റെ വിഡ്ത്ത് കണ്ടില്ലേ, 0.5 ഇൻറ്റു പിച്ച് ആണ്. വിഡ്ത്ത് ഓഫ് ദി ത്രെഡ് എന്ന് പറയുന്നത് 0.5 ഇൻറ്റു പിച്ച് ആണ്. അതിന് ഡെപ്ത് കണ്ടില്ലേ, ഡെപ്ത് എന്ന് പറയുന്നത് 0.5 പിച്ച് ആണ്. പക്ഷെ നമ്മുടെ ഇതിന്റെ ബോൾട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ ഇതിന്റെ മുകളിൽ കയറുമ്പോൾ ടൈറ്റ് ആവില്ല. അപ്പൊ ഒരു ചെറിയൊരു കൂടി എന്ത് ചെയ്യും, ചെറിയൊരു ക്ലിയറൻസ് കൂടി കൊടുക്കും. ഓക്കെ ആണോ? ഇത് ഇന്റേണൽ ത്രെഡ് ആട്ടോ, ഇത് ഇന്റേണൽ ത്രെഡ്, ഇത് എക്സ്റ്റേണൽ ത്രെഡ്. ഓക്കെ ആണോ? ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ 1.5p ഇതിന്റെ അതേ സെയിം ദൂരാണെങ്കിൽ എന്ത് ചെയ്യും, തമ്മിൽ ഒരതൂലേ, അവിടെ ചെറിയൊരു ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് +a എന്നുള്ളത്. ഇനി thickness and depth of the thread are equal to 0.5p. അതിന്റെ thicknessഉം അതിന്റെ ഡെപ്തും എന്താണ് 0.5 ഇൻറ്റു p ആണ്. അതുകൊണ്ടാണ് അതിനെ സ്ക്വയർ എന്ന് വിളിക്കുന്നത് അല്ലെ, അതുകൊണ്ടാണ് അതിനെ സ്ക്വയർ ത്രെഡ് എന്ന് വിളിക്കുന്നത്. ഹൈറ്റ് എന്താണ്, ഇന്റേണൽ ത്രെഡിന്റെ ഹൈറ്റ് ആണ് 0.5p + a എന്നുണ്ട്. സാധാ ഹൈറ്റ് ആണെങ്കിൽ എന്താണ് 0.5 ഇൻറ്റു p ആണ്. ഇനി യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ മോഷൻ ഓഫ് പവർ, ഇതാണ് ഇമ്പോർട്ടന്റ്. പവർ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും, സ്ക്രൂ ജാക്കില്, വൈസ് ഹാൻഡിൽസില്, അതുപോലെ തന്നെ കോമ്പൗണ്ട് സ്ലൈഡില്, നമ്മുടെ ഷാഫ്റ്റുകളിൽ, സ്ക്രൂ ഷാഫ്റ്റുകളിൽ, നമ്മൾ ജാക്ക് കണ്ടിട്ടില്ലേ, വണ്ടിയുടെ ജാക്കി, അതിലൊക്കെ ഈ ത്രെഡാണ് കാണുക. അടുത്ത ട്രപ്പിസോയിഡ്. ഈ സ്ക്വയർ ആവുമ്പോൾ കറക്റ്റ് പവർ രണ്ട് സൈഡും ഇങ്ങനെ ഒരുമിച്ചായിരിക്കും. ഒന്ന് ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ത്രെഡാണ് ട്രപ്പിസോയിഡൽ ത്രെഡ് അല്ലെ. പ്രൊഫൈൽ വിച്ച് ഈസ് നൈദർ സ്ക്വയറും ആവില്ല വിയും ആവില്ല, ഏകദേശം എന്താണ് ഇതുപോലെ ട്രപ്പിസോയിഡൽ ആയിരിക്കും അല്ലെ, ഇതുപോലെ ട്രപ്പിസോയിഡൽ ആയിരിക്കും. ഇതും എന്തിനാ, മോഷൻ അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ട്രപ്പിസോയിഡൽ ത്രെഡ് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്, 1 ആക്മെ, 2 മെട്രിക് ആക്മെ, 3 ബട്ടർസ്, 4ാമത്തത് മോഡിഫൈഡ് ബട്ടർസ്. ആക്ച്വലി ആക്മെ ബട്ടർസ് ആണ്. ഇനി ആക്മെ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്വയർ ത്രെഡിന്റെ മോഡിഫിക്കേഷൻ ആണ്. അതിന്റെ ത്രെഡ് ആംഗിൾ 29 ഡിഗ്രിയാണ്. ഇനി ലെയ്ത്ത് ലീഡ് സ്ക്രൂവിൽ ഉപയോഗിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ തിയററ്റിക്കൽ ഹൈറ്റ് 0.5p + a കണ്ടില്ല നമ്മൾ. അതുപോലെ തിക്നെസ് 0.5p അല്ല, അതിനേക്കാളും കുറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇതിനെ ആക്മെ എന്ന് വിളിക്കുന്നത്. ആക്മെ ത്രെഡ് കണ്ടോ. ഇനി ബട്ടർസ് ത്രെഡ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ത്രെഡ് ഫോം ആണ്. ഇതിന്റെ വൺ ഫ്ലാങ്ക് കണ്ടോ, എന്താ പ്രത്യേകത, ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദി ത്രെഡ് അല്ലെ. ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുകയാണ് സാധനം. ഇങ്ങോട്ട് നമ്മൾ അതിനെ ടൈറ്റ് ചെയ്യുമ്പോൾ അതിനോട് പോയിട്ട് ജാം ആവും അല്ലെ. ആൻഡ് അതർ ഫ്ലാങ്ക് ഈസ്
45 ഡിഗ്രി. അതൊക്കെ കണ്ടോ, ഇതിനോട് 45 ഡിഗ്രിയാണ് അല്ലേ. പെട്ടെന്ന് ഇറക്കി ഇറങ്ങിയിട്ട് നേരെ കുത്തനെയുള്ള കയറ്റം അല്ലെ, നേരെ കുത്തനെ പറഞ്ഞാൽ നേരെ വെർട്ടിക്കൽ ആയിട്ടുള്ള കയറ്റം. അതാണ് ബട്ടർ ത്രെഡ്. യൂസ്ഡ് ഓൺ ദി പാർട്സ് വെർ പ്രഷർ ആക്ട് ഓൺ ദി ഫ്ലാങ്ക് ഓഫ് ദി ത്രെഡ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, പ്രഷർ വന്ന് ആക്ട് ചെയ്യുമ്പോൾ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള കെൽപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ബട്ടർ ത്രെഡ് ഉപയോഗിക്കുന്നത്. അത് കണ്ടോ, പവർ പ്രസ്, കാർപ്പൻട്രി വൈസസ്, റാച്ചറ്റ്, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക. നെക്സ്റ്റ് വ്യത്യസ്തമായിട്ടൊരു ത്രെഡാണ്, എന്താണ്, റൗണ്ട് ത്രെഡാണ്, അല്ലെങ്കിൽ കനെക്കിൾ എന്ന് വിളിക്കും അല്ലെ. ബീന്നും ട്രപ്പിസോഡും ഒക്കെ എന്താണ് വ്യത്യാസമുണ്ട് അല്ലെ, ഡിഫറെന്റ് ഇപ്പം അല്ലെ. സർക്കുലർ ഫോം ആണ്, സോറി സെമി സർക്കുലർ ഫോം ആട്ടോ, സർക്കുലർ അല്ല സെമി സർക്കുലർ ഫോം ആണ്. നോട്ട് സെൻസിറ്റീവ് അഗെയിൻസ്റ്റ് ഡാമേജ് ആസ് ഇറ്റ് ഈസ് റൗണ്ടഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാൽവ് സ്പിൻഡിൽ, റെയിൽവേ കാരേജ് കപ്പിൾ, എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ആൻഡ് ഹോസ് കണക്ഷൻ, ഇതിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക, റൗണ്ട് ത്രെഡ് അല്ലെങ്കിൽ നെക്കിൾ ത്രെഡാണ് ഉപയോഗിക്കുക. ഇനി എങ്ങനെയാണ് നമ്മളെ സ്ക്രൂ ത്രെഡ്സിനെ ഡെസിഗ്നേഷൻ ചെയ്യാന്ന്, നമ്മൾ M20 × 1.5 അങ്ങനെ ആയിരിക്കും നമുക്ക് തരിക. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്, ഈ മീൻ ഡയമീറ്റർ എത്ര, 20. ഈ തന്നിരിക്കുന്നത് എന്താണ്, അതിന്റെ മീൻ ഡയാമീറ്റർ ആണ്. മീൻ ഡയാമീറ്റർ നമ്മൾ പഠിച്ചില്ലേ. ഇനി 1.5 എന്താ, അതിന്റെ പിച്ചാണ് അല്ലെ, അതിന്റെ പിച്ചാണ്. ഓക്കെ ആണോ. അപ്പൊ ഇനി റിവറ്റ് എടുക്കാനുണ്ട്, അതുപോലെ തന്നെ ബോൾട്ടിന്റെ ഹെഡ് എടുക്കാനുണ്ട്, സ്ക്വയർ ഹെഡ്, അതുപോലെ മറ്റേ ട്രപ്പിസോയിഡൽ ഹെഡൊക്കെ നമുക്ക് എടുക്കാണ്ട്. അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.